our friends റൂട്ട്സ് ഫ്രഷ് ഷോപ്പ് വേറെ നല്ല പെട്ടെന്നൊരു പ്ലാനായിരുന്നു. നമ്മുടെ ചേട്ടൻ്റെ ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ട് പശുപ്പാറയിൽ. അപ്പോൾ അവിടേക്ക് പോകാനുള്ളത് ഞങ്ങൾ ആദ്യം ബൈക്ക് ട്രിപ്പാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ബൈക്കിന് ഇപ്പോൾ എൻ്റെ കസിൻ രണ്ടൊന്നുമില്ല, എൻ്റെ ബ്രദറൊന്നും ഇല്ല. അവർക്കത് അത്യാവശ്യമായി പെട്ടെന്ന് പ്ലാൻ ആയതുകൊണ്ട് അവരെല്ലാവരും തിരക്കായി പോയി. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ബ്രദേഴ്സായിട്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് പോകണമായിരുന്നു പശുപ്പാറ വാഗമൺ. അപ്പോൾ അവിടെ വെച്ച് കാണാം, എല്ലാവരും കൂടെ പോകുന്നതൊക്കെ. ഓക്കെ ഫ്രണ്ട്സ്, ഇറങ്ങിയിട്ടുള്ള കട്ട പോസ്റ്റാണ്. എൻ്റെ നല്ലവനായ ഒരു ചേട്ടൻ നെവിൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ബ്രദർ, പുള്ളി പോസ്റ്റ് വന്ന് നിൽക്കണാണ്, കട്ട പോസ്റ്റിൽ നിൽക്കണാണ്. അപ്പോൾ ഇറങ്ങിയിട്ടില്ല. പുള്ളിയെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് എല്ലാവരും കൂടി. ഞങ്ങൾ കുറേ നേരമായി പുള്ളി അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. ഇന്നലെ അന്ന് പ്ലാൻ ചെയ്ത് പിന്നെ പ്ലാൻ ഡ്രോപ്പായി. പിന്നെ പെട്ടെന്നൊരു തീരുമാനം, അങ്ങനെ പോകാമെന്ന് ചോദിച്ചു. അപ്പം നെവിച്ചേട്ടനെ കാത്തിരിക്കണം. നെവിച്ചേട്ടൻ എൻ്റെ ബ്രദറാണ്, വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാട്ട പോസ്റ്റ്, ഒരു രക്ഷയില്ല. സാധനം എപ്പോഴും എത്തിയത്. ഞാൻ പറഞ്ഞ പോസ്റ്റ് മാസ്റ്റർ ഇതാണ്, നെവിൻ ഫ്രാൻസിസ്, എൻ്റെ ഏറ്റവും മൂത്ത ബ്രദർ. അതായിരിക്കും രണ്ടാമത്തെ ബ്രദർ. നല്ല പോസ്റ്റായിരുന്നു. സോ ഫ്രണ്ട്സ്, നമ്മൾ മറ്റേ തൊടുപുഴ പൈനാപ്പിൾ സിറ്റി അവിടെ വരുമ്പോൾ ചിക്കൻ വാങ്ങാൻ മറന്നു. ഞായറാഴ്ചയാണ് ചിക്കൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി കയറിയേക്കുന്നുണ്ട്. അപ്പോൾ അതിന് അങ്ങോട്ട് പോകണം. അപ്പോൾ എല്ലാവരും സെറ്റാടിക്കണം. ഇടവിട പൂഞ്ചിറ എത്തിയ ഞങ്ങൾ കയറിയില്ല, സമയം ഒട്ടുമില്ല. അപ്പോൾ തിരിച്ച് റിട്ടേൺ ഞങ്ങൾ പോകണം. കാരണം ഭയങ്കര ലേറ്റായി. അതുകൊണ്ട് പിന്നെ എത്ര പെട്ടെന്ന് സ്പോട്ടിലെത്തണം. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റിയില്ല, തിരിച്ചു പോകുന്നു.
അട്ടയുടെ വെള്ളത്തിൽ കുളിച്ചിട്ട് അട്ടണ്ട ഇല്ല ചേട്ടെ അത് ഒന്നത്ര കണ്ടുള്ളൂ അത് ചെയ്യുന്നില്ല. ചായ പിടിക്കുന്നതിലേക്കാണ് റൈഡേഴ്സ് കഫേ എന്ന് പറഞ്ഞ ചെറിയൊരു കട, ചായക്കട, ചായപ്പിടിയാണ്. അപ്പോൾ അവിടെ നിർത്തി നൈസ് ചായ കുടിക്കാനോർത്ത്. കാരണം സമയം 5:30 കഴിഞ്ഞു. ചായ ഇഡ്ഡലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചായ കുടിച്ചിട്ട് പിന്നെ കുറേ നേരത്തെ ഇറങ്ങി. ഇപ്പോൾ എത്തിയിട്ടില്ല. ബാംഗ്ലൂർ പോയി എത്തുന്ന സമയം കഴിഞ്ഞു. കൊച്ചി ടു ബാംഗ്ലൂർ ആ സമയം എത്തി. നൈസായിട്ടൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇത്ര ലേറ്റാണോ സ്പോട്ട് എത്തും. അല്ല അവിടെ നടന്നാണെങ്കിൽ അപ്പൊ തന്നെ 4-5 ആൾക്കാരൊക്കെ അറിയണം. ഇവരെ കടിച്ചു കൂതറായിട്ട് നടക്കുന്നത് കയറ്റി നോക്കിയാലോ വണ്ടി. അതല്ല വണ്ടി വല്ല മേളിൽ കയറ്റി നോക്കിയാണ്. അവിടെ ഒരു നൈസ് ടീമുകളുണ്ട്. വണ്ടി മേളിൽ കയറ്റിയുള്ള അടിയാണ് അവിടെ. വണ്ടി കയറ്റാൻ തീരുമാനിച്ചു. നോക്കാം, ഫോർച്യൂണർ കയറ്റാം. ഫ്രണ്ട്സ്, വലിയ തണുപ്പൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സ്പോട്ട് കണ്ടു. അപ്പോൾ അവിടെ ചെന്ന് ഒന്ന് കയറാം എന്ന് വിചാരിച്ചു. നല്ല കഥപ്പുണ്ട് കേട്ടോ. വെയിറ്റ്, ഞാൻ വണ്ടി കയറട്ടെ. അതെ, സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ ജ്യേഷ്ഠന്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ജ്യേഷ്ഠ വഴിയൊക്കെ കറക്റ്റ് അറിയാം. 2-3 കൊല്ലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വഴി ഇപ്പോൾ അറിയാന്നുള്ളൂ. 4 കൊല്ലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റൊക്കെ ഓണാക്കാറാണ്. എടാ ഇവിടെ ഗ്യാപ്പുണ്ടോ?
ചേട്ടൻ ആലുവിലോട്ട് തന്നെയാണ്. പക്ഷേ ചേട്ടൻ പറഞ്ഞു വെച്ചെങ്കിൽ രാത്രിയായിട്ട് ചേട്ടന് കണ്ടുപിടിക്കല്ല, ചേട്ടന് വഴിയൊന്നും മനസ്സിലാവുള്ള. ലാസ്റ്റ് ഗൂഗിൾ മാപ്പ് ഇട്ടൊക്കെ വന്നപ്പോൾ ഏതോ വഴിയൊക്കെ കയറി എങ്ങനെയൊക്കെയോ എത്തി. വാഗമൺ ഈ സമയം കൊണ്ട് നേരെ ബാംഗ്ലൂർ എത്തിയാണ്. 2-3 മണിക്കൂർ തോട്ടുള്ളൂ. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കൊച്ചിയിൽ എത്തിയപ്പോൾ ശേഷം 8-9 മണിക്കൂറായി. നിർത്തിയൊക്കെ വന്നാലും ടൈം ഇത്തിരി വഴി, അതിന് കുഴപ്പമൊന്നുമില്ല. സംഭവം ഫുൾ പവറാണ്. സോ ഫ്രണ്ട്സ്, നമ്മൾ സ്ഥലത്തെത്തി. ഇപ്പോൾ വ്യൂ ഒന്നുമില്ല, വ്യൂ ഒക്കെ നാളെ രാവിലെ സെറ്റ് ആവുള്ളൂ. ബാർബിക്യൂ ചെയ്യാനുള്ള സീനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ബാർബിക്യൂ ചെയ്യാൻ വന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ നടക്കൊന്നുമില്ല, ലേറ്റായി. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അങ്ങനെ സ്പോട്ടിലെത്തി. ഞാൻ പറഞ്ഞില്ലേ കുറേ ടൈം എടുത്ത് എത്താനായിട്ട്. എന്താണെന്ന് അറിയാൻ പാടില്ല, നേരത്തെ പെട്ടെന്ന് എത്തണം. അപ്പോൾ ചേട്ടന് രാത്രി ആയതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ. ഇവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ചേട്ടന് വഴിയൊന്നും മനസ്സിലാവുള്ളൂ. ചേട്ടൻ പ്രോപ്പർട്ടിയാണത്, അത് ചേട്ടൻ വഴി മനസ്സിലാവുള്ളൂ. ചെതറിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്ക്, അതുകൊണ്ടായിരിക്കണം. അങ്ങനെ ഇപ്പോൾ ഒരു കുക്കിംഗ് സീനിൽ വന്നേക്കാണ്. പോർക്ക് അങ്ങനത്തെ സീനിലൊക്കെ കുക്ക് ചെയ്ത് നൈസായിട്ട്. പ്ലാന്റ് അല്ല ഒന്നും. ഞങ്ങൾ ചേട്ടൻ, എൻ്റെ മൂത്ത ചേട്ടൻ രാവിലെ വിളിച്ച് പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. സോ ബാക്കി വ്യൂസ് അത് കഴിഞ്ഞു. വെരി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, റോയൽ റൂട്ട്സ്. അപ്പോൾ നമ്മൾ എനിക്ക് ഫ്രഷപ്പായി ഒരു കോഫി കുടിക്കാനുള്ള മൂഡിലേക്കാണ്. അങ്ങനെ സ്പോട്ട് കൊള്ളാം കേട്ടോ. സ്പോട്ട് വരുന്നത് നമ്മുടെ വാഗമൺ പശുപ്പാറ. ഫാമിലിക്ക് ചില്ലിങ്ങുന്ന സ്പോട്ടാണ്. കോൺടാക്ട് ഡിസൈഡ് അടിക്കണം. അപ്പോൾ നല്ല ഫോഗാന്ന് പറഞ്ഞാൽ എപ്പോൾ ടൈമും ഇവിടെ ഫുൾ ടൈം ഫോഗാണ്. ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് സ്പോട്ടിൽ, നല്ല ഫോഗായിരുന്നു. അത്യാവശ്യം ചാറ്റൽ മഴയൊക്കെ എല്ലാ സമയത്തും വിട്ടാൽ ഫോഗാണ്. ഇന്ന് ഫോഗ് ആ സൈഡിലൊക്കെ വന്നേക്കാം, ഇങ്ങോട്ട് ഫോഗ് ഉണ്ടായില്ല. പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ കുറച്ച് ഒരു 1-2 ആഴ്ച ഫോഗ് കുറവാന്ന് പറഞ്ഞു. പക്ഷെ സ്പോട്ട് കൊള്ളാം. അത്യാവശ്യം ബാച്ചുലേഴ്സിനാണെങ്കിലും ഫാമിലീസിനൊക്കെ വന്നിട്ട് ചില്ല് ചെയ്യാൻ പറ്റും. 2 വലിയ റൂമാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം വലുതാണ്. വെച്ചെങ്കിൽ നമുക്ക് 2 ഫാമിലിക്കാണെങ്കിലും ഒന്ന് നൈസ് സെറ്റ് ചെയ്ത്, ബാച്ചിലേഴ്സ് ആണെങ്കിലും 2 സൈഡിലും നൈസായിട്ട് സെറ്റ് ആകാൻ പറ്റും. പിന്നെ ബാർബിക്യൂ ഇതൊക്കെ ചെയ്യാനുള്ള നൈസ് സ്പോട്ടാണ്. നല്ല ആംബിയൻസ് ആണ് അവിടെ. ബാക്കി കാണിച്ചു തരാൻ. ആ സൈഡിൽ നൈസ് കോട ഉണ്ടല്ലോ, പക്ഷേ ഈ സൈഡിലേക്ക് കൊണ്ടില്ല. അപ്പോൾ ഞാൻ വേറെ ഒന്നുമല്ല, ഇത് നേരെ ഇനി കൊച്ചിയിലേക്ക് പോകണം. കുറച്ച് മണ്ടേ ഉള്ളത്, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടോ. പെട്ടെന്ന് എത്തിക്കണം. പെട്ടെന്ന് എത്തണം അറിയാൻ പാടില്ല, അങ്ങനെ എത്തിക്കണം. അങ്ങനെ തിരിച്ച് കൊച്ചിയിലേക്കുള്ള ഒരു സീനിലാണ്. രാവിലത്തെ ബാക്കിയുള്ള പരിപാടി കണ്ട് നേരെ കൊച്ചി. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ടെറസിൽ നല്ല കോടയുള്ള സ്ഥലമാണത്. എപ്പോഴൊക്കെ കോടയാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം കോട ഒരാഴ്ചയായിട്ട് കുറവാന്ന് പറയുന്നത്.
ഇത് ബാൽക്കണി ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാൽക്കണി ഉണ്ട്. ഒന്നും ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ എല്ലാ കാര്യങ്ങളും. ഭയങ്കര അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ബാൽക്കണി. 2 റൂമിനും കൂടി ഒറ്റ ബാൽക്കണിയാണ്.